ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കുട്ടിക്കളറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു നോക്കുക അതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഉണക്കമുന്തിരി വൈറ്റും ബ്ലാക്കും എടുത്തിട്ടുണ്ട്, അതേപോലെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് സോക്ക് ചെയ്യുന്നുള്ളൂ, നട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നില്ല. അത് നമ്മൾ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നട്ട്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നട്ട്സ് എന്ന് പറയുന്നത് നിലക്കടല എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ സീഡായിട്ട് സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ പ്ലം കേക്കിൽ നട്ട്സായിട്ട് നിലക്കടലൊന്നും ഉപയോഗിക്കില്ല, പക്ഷെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നട്ട്സായിട്ട് നിലക്കടലയൊക്കെ ഉപയോഗിക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുമ്പോൾ ഒരു 3 ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ അത് ആ ജ്യൂസിലിട്ടിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സോക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്കിന് മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. അതിൽ 1/2 കപ്പ് നമ്മൾ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുമ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റീൽ പാത്രമാണെങ്കിൽ നമ്മളുടെ കാരമൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പാനിലേക്ക് ഇട്ട പഞ്ചസാര അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിലേക്ക് ഇട്ട പാടെ നമ്മൾ സ്പൂണായിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ഇട്ട് വെച്ചാൽ തന്നെ അത് മെൽറ്റായിട്ട് വന്നോളും. അത്യാവശ്യം പഞ്ചസാര നല്ല മെൽറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ നമുക്ക് അതുമൊന്ന് വിട്ട് കിട്ടാനൊക്കെ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര നല്ലവണ്ണം ഉരുകിയിട്ട് ഇതേപോലെ അതിൽ നിന്ന് ബബിൾസ് വരാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളവും കാരമലും കൂടി നന്നായി ഒന്ന് മിക്സായി ഒന്ന് ചെറുതായി കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ബാക്കി 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇതേപോലെ സ്പൈസസ് ഇട്ട് പൊടിച്ചിട്ടാണ് ഇനി കേക്കിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അതേപോലെ ഒരു ചെറിയ പീസ് ജാതിക്കയാണ്. ഏലക്കയും ഗ്രാമ്പും 5 വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ പഞ്ചസാരയിലിട്ട് പൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 കപ്പ് മൈദയും അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു 3 മുട്ട എടുത്തിട്ടൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഈ മുട്ട നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിംഗ് കേക്കിന് ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫാക്കി എടുക്കൊന്നും വേണ്ട. ജസ്റ്റ് പഞ്ചസാരയും അതേപോലെ നമ്മളെ മുട്ടയൊക്കെ കൂടി നന്നായി മിക്സ് ആയാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ ഇതിൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ മിക്സ് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ കാരമൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് ഓയിൽ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ടൊരു 10 സെക്കൻഡ് നന്നായി തന്നെ ബീറ്റ് ചെയ്യണം. ഓയിൽ നല്ല മിക്സ് ആയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒരുമിച്ചിട്ടിട്ട് നമ്മൾ അതിലൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായി കോട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് ഈ മിക്സിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കണം. അപ്പോൾ നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഓവൻ്റെയും കേക്ക് ടിന്നിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ഒരു കുക്കർ ഉണ്ടായാൽ മതി. കുക്കറിൻ്റെ അടിയിൽ ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു 50 മിനിറ്റിന് ശേഷം കേക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബേക്കെല്ലാം ചെയ്തിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇന്നലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വെക്കാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.